ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഈ ഒരു ടൈമിലെ ഏറ്റവും അധികം നമ്മൾ കാത്തിരുന്ന പവർ പാക്ഡ് ആയ ഫോണാണ് IQ Neo 10 ആണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഈ IQ Neo 10 എന്ന് പറയുന്ന ഈ ഒരു ഫോൺ 30K സെഗ്മെന്റിലെ ഫാസ്റ്റസ്റ്റ് പെർഫോമിംഗ് ഫോൺ എന്ന രീതിയിലാണ് വരുന്നത്. കൂടുതലൊന്നും ഞാൻ ഈ ഫോണിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. കാരണം നിയോ സീരീസ്, IQന്റെ നിയോ സീരീസ് നമുക്ക് ഓൾറെഡി അറിയാം. 30 രൂപ റേഞ്ചിലെ നല്ല ടോപ്പ് ലെവൽ പെർഫോമൻസ് തരുന്ന ഫോണുകൾ തന്നെയാണ്. സോ കൂടുതൽ ആമുഖമൊന്നുമില്ല, നമുക്ക് നേരെ അൺബോക്സ് ചെയ്യാം, എന്നിട്ട് വിശദമായിട്ട് കാര്യങ്ങൾ പറയാം. ഈ കാണുന്നതാണ് IQ Neo 10ന്റെ ബോക്സ്. നമ്മൾ നേരെ ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ മുകളിൽ തന്നെ ഫോണാണ് ഇരിക്കുന്നത്. ജസ്റ്റ് നമ്മൾ ഫോൺ ഓപ്പൺ ചെയ്ത് കയ്യിലോട്ട് എടുക്കുകയാണ്. ആ റെഡ് കളറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, IQ Neo 10. കൂടുതൽ വിശദമായിട്ട് പറയാം. നൈസായിട്ടുണ്ട് കാണാനൊക്കെ, കയ്യിൽ പിടിക്കാനും വലിയ കുഴപ്പമില്ല. പറയാം. അതിനു മുമ്പ് ബോക്സിൽ വേറെ ഡോക്യുമെന്റേഷനും കാര്യങ്ങളൊക്കെ കാണാം. അതേപോലെ തന്നെ കേസ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു കേസാണ്. ചാർജർ 120 വാട്ടിന്റെ ചാർജർ തന്നെ കൊടുത്തിട്ടുണ്ട്. ടൈപ്പ് C to C കേബിൾ വരുന്നുണ്ട്. സിം ടോൾ ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ബോക്സിൽ. എല്ലാം കൂടി നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാണ് IQ Neo 10. ഒരു ഡുവൽ ടോൺ കളറാണ് വരുന്നത്. ക്യാമറ മോഡിൽ നമുക്കറിയാം ഇവരുടെ ഫ്ലാഗ്ഷിപ്പ് സീരീസിൻ്റെ അതേ ഒരു ക്യാമറ ഡിസൈനും കാര്യങ്ങളൊക്കെയാണ്. 206 ഗ്രാമോളമാണ് വെയിറ്റ് വരുന്നത്. 8.09 mm ആണ് തിക്നെസ് വരുന്നത്. സോ വലിയ ഓവർ വെയിറ്റ് തിക്നെസ് ഒന്നുമില്ല. ലൈറ്റ് വെയിറ്റ് ആൻഡ് കംഫർട്ടബിൾ ആയി ഡീസൻ്റ് ആയ ഒരു ഫോൺ. ഈ ഫോൺ 2 കളറാണ് വരുന്നത്. ഒന്ന് ഇൻഫെർണോ റെഡ്, അതേപോലെ ടൈറ്റാനിയം ക്രോം. സോ ഇഷ്ടമുള്ള കളർ നോക്കിയിട്ട് ചൂസ് ചെയ്യാം. ഫ്രണ്ട് ഡിസ്പ്ലേ നൈസ് ആയിട്ടുള്ള ഡിസ്പ്ലേ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ബെസൽസ് ഒക്കെ വളരെ കുറവാണ്. 1.54 mm ആണ്. അത്രയും സ്ലിം ആയിട്ടുള്ള ബെസൽസ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ IP65 വാട്ടർ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. NFC ഉണ്ട്, IR ബ്ലാസ്റ്റർ ഉണ്ട്. സോ അങ്ങനെ വേണ്ടുന്ന എല്ലാ ഘടകങ്ങളും കൊടുത്തിട്ടുണ്ട്. താഴെ സിം ട്രേ, മെയിൻ മൈക്രോഫോൺ, ടൈപ്പ് സി പോർട്ട്, സ്പീക്കർ ഗില്ല്, റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ, വോളിയം ബട്ടൺ, മുകളിൽ പറഞ്ഞ സ്പീക്കർ ഗില്ല്, IR ബ്ലാസ്റ്റർ, ലെഫ്റ്റ് സൈഡ് ക്ലീൻ ആണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓവർ വ്യൂ. സോ അപ്പോൾ ഡിസൈൻ എങ്ങനെയുണ്ട്, ഫോൺ എങ്ങനെയുണ്ടെന്നുള്ളത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഇതിൻ്റെ പവർ പാക്ഡ് ആയ ഓരോ ഘടകങ്ങളും ഈസി ആയിട്ടൊന്ന് പരിശോധിക്കാം. ആദ്യം തന്നെ നമ്മൾ പറഞ്ഞ ഡിസ്പ്ലേ ബെസ്റ്റ് ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്. നമ്മളിത് അൺബോക്സ് ചെയ്ത് കയ്യിലെടുത്ത് പരിശോധിക്കുമ്പോൾ യാതൊരു ഇഷ്യൂ ഇല്ല, ടോപ്പ് ലെവൽ. ഈ ഒരു ഡിസ്പ്ലേനെ ഇവർ പറയുന്നത് സെഗ്മെന്റ് ബ്രൈറ്റസ്റ്റ് ഡിസ്പ്ലേ എന്നാണ്. 1.5K 144 ഹെർട്സിന്റെ AMOLED ഡിസ്പ്ലേ ആണ്. 2000 നിറ്റ്സിന്റെ ബ്രൈറ്റ്നസ് കൊടുത്തിട്ടുണ്ട്. അതായത് ഹൈ ബ്രൈറ്റ്നസ് മോഡ് 2000 നിറ്റ്സ്. അതുകൊണ്ട് തന്നെ ഔട്ട്ഡോർ ഇൻഡോർ എവിടെ യൂസ് ചെയ്യുമ്പോൾ യാതൊരു വിഷയമില്ല. ഇനി പീക്ക് ബ്രൈറ്റ്നസ് ആണെങ്കിൽ 5500 നിറ്റ്സ് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ 4320 ഹെർട്സിന്റെ PWM ഡിമ്മിംഗ് വരുന്നുണ്ട്. HDR സപ്പോർട്ടൊക്കെ എല്ലാ OTT പ്ലാറ്റ്ഫോമുകളിലും വരുന്നുണ്ട്. കൂടുതലൊന്നും പറഞ്ഞ് പരത്തുന്നില്ല. ബെസ്റ്റ് ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്. ഇതിന്റെ മെയിൻ ഘടകം എല്ലാവരും അറിയാൻ കാത്തിരിക്കുന്നത് പെർഫോമൻസ് എങ്ങനെയുണ്ട് എന്നുള്ളത് തന്നെയാണ്. സ്നാപ്ഡ്രാഗൺ 8S Gen 4 എന്ന് പറയുന്ന ഏറ്റവും മികച്ച പ്രോസസ്സർ. ഈ ഒരു 30K സെഗ്മെന്റിലെ ഏറ്റവും മികച്ച പ്രോസസ്സറാണ്. ഇനി ഇത് വെച്ചുകൊണ്ട് ഒരുപാട് ഫോണുകൾ വരും എന്നുള്ളത് ഉറപ്പാണ്. ഇനി വരും എന്ന് പറയാൻ കാരണം ഇന്ത്യസ് ഫസ്റ്റ് സ്മാർട്ട് ഫോൺ വിത്ത് സ്നാപ്ഡ്രാഗൺ 8S Gen 4 എന്ന് പറയുന്നത് ഇതാണ്. ഇനി അങ്ങോട്ട് ഇത് വെച്ചുകൊണ്ട് ഒരുപാട് വരും. പിന്നെ ഇവർ ഈ ഒരു പ്രോസസ്സർ വെച്ചുകൊണ്ടല്ല ഇറക്കിയിരിക്കുന്നത്. ഇവരുടെ ഫോണുകളിൽ IQന്റെ പ്രൊപ്രൈറ്ററി കമ്പ്യൂട്ടിംഗ് ചിപ്പായ Q1 വരുന്നുണ്ട്. അതിന്റെ ഗുണങ്ങൾ എന്താണെന്ന് ഞാൻ രണ്ടാം സെക്ഷനിൽ പറയാം. എന്തായാലും മെയിൻ സെറ്റപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഈ 8S Gen 4ന്റെ ആന്റിറ്റ്യൂഡ് സ്കോർ ഒക്കെ ഏകദേശം 2.42 മില്യൺ പ്ലസ് ഒക്കെയാണ് വരുന്നത്. സോ സെറ്റ് പെർഫോമൻസ് നമുക്ക് അപ്പം തന്നെ എക്സ്പെക്ട് ചെയ്യാം. പിന്നെ ഇതിന്റെ മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിന്റെ GB ഒക്കെ ഏകദേശം 8 GB ലെവലിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ ടോപ്പ് ലെവൽ ഗെയിമിംഗ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. റാം ടൈപ്പ് LPDDR5X അൾട്ര എന്ന് പറയുന്ന റാം ടൈപ്പ് ആണ്. അതേപോലെ UFS 4.1 ആണ് സ്റ്റോറേജ്. അതിലും ഒരു കോംപ്രമൈസും ഇല്ല. 16 GB റാമിന്റെ ഓപ്ഷൻ വരെ വരുന്നുണ്ട്. 16 GB റാം ആണെങ്കിൽ വിർച്വൽ റാം ആഡ് ചെയ്യാം. സോ അങ്ങനെ ഒരു 32 GB റാമിന്റെ ഫോൺ പോലെ ഉപയോഗിക്കാം. അതായത് അങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 52 ആപ്ലിക്കേഷനൊക്കെ ഒരേ സമയം ഇതിൽ ഓപ്പൺ ചെയ്തിട്ട് 52 ആപ്ലിക്കേഷൻ സെയിം ടൈമിൽ റൺ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ ബെനിഫിറ്റ്. സോ അങ്ങനെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട സ്പെക്ക്. യാതൊരു വിഷയവും നമുക്ക് നോർമൽ യൂസിലും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇനി ഇതിനകത്ത് Q1 ചിപ്പ് വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 360 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റോട് കൂടി നമുക്ക് ഗെയിം കളിക്കാൻ വേണ്ടുന്ന സൗകര്യങ്ങൾ കുറച്ചും കൂടി സ്മൂത്ത് ആക്കി തരുന്നത് ഈ Q1 ചിപ്പാണ്. അതിന്റെ ഒപ്പം തന്നെ 3000 ഹെർട്സിന്റെ ഇൻസ്റ്റാന്റ് ടച്ച് സാമ്പിളിംഗ് റേറ്റും വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ചിപ്പാണ് നമുക്ക് ഈ BGMI പോലുള്ള ഗെയിമുകളിൽ നമുക്ക് 144 FPS ഒക്കെ ഒരു സപ്പോർട്ടിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നത്. BGMI ഓൾറെഡി ഇതിനകത്ത് 120 FPS സപ്പോർട്ട് വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു സ്മൂത്ത്നെസ് അതിനകത്ത് ഫീൽ ചെയ്യുന്നുള്ളതാണ് ഈ ചിപ്പിന്റെ ഗുണം. പിന്നെ ഹീറ്റ് ആവാതിരിക്കാൻ 7000 mm ഒരു വേപ്പർ ചേമ്പർ കൂളിംഗ് സെറ്റപ്പും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ചിപ്പിന്റെ മറ്റു ചില ഗുണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിം സൂപ്പർ റെസൊല്യൂഷൻ കൂട്ടിക്കാണിക്കുക ഗെയിമിന് എന്നുള്ളത് തീർച്ചയായിട്ടും ബെറ്റർ ആയ ഒരു ക്ലാരിറ്റിക്കും ബെറ്റർ ആയ ഒരു എക്സ്പീരിയൻസിനും നല്ലതാണ്. അതൊക്കെ ഈ ചിപ്പിന്റെ ഭാഗത്തുനിന്നുള്ള സപ്പോർട്ടാണ്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഘടകം ബൈപ്പാസ് ചാർജിങ്. അതും വരുന്നുണ്ട് ഈ ഫോണിൽ. സോ നിങ്ങൾക്ക് അത്യാവശ്യം ബാറ്ററി കഴിഞ്ഞെന്ന് തോന്നിയാൽ വയർ കണക്ട് ചെയ്തിട്ടുണ്ട് ചാർജിന് ഇട്ടുകൊണ്ട് കളിച്ചാലും കുഴപ്പമില്ല. ബോർഡിലേക്ക് ഡയറക്റ്റ് ചാർജ് ആയിക്കൊണ്ട് ഓവർ ഹീറ്റിംഗ് പോലുള്ള ഘടകങ്ങളെ ഒഴിവാക്കി തരും. സോ ബൈപ്പാസ് ചാർജിങ്ങും സപ്പോർട്ട് ഉണ്ട്. പിന്നെ ഇതിൽ ഇൻ ഗെയിം FPS മീറ്റർ ഈ ഒരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും നമുക്ക് ആ സൈഡിൽ നിന്ന് ഇങ്ങനെ വലിച്ചിട്ട് ആ ഒരു ഗെയിം സെറ്റിംഗ്സിന്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ FPS മീറ്ററൊക്കെ നമുക്ക് കൃത്യമായിട്ട് കാണാം. സോ നമുക്ക് എത്ര FPS ഗെയിം കിട്ടുന്നുണ്ടെന്നുള്ള കാര്യം ചെക്ക് ചെയ്തുകൊണ്ട് തന്നെ കളിക്കാം. പിന്നെ ഇതിൽ നൈറ്റ് വിഷൻ പോലുള്ള ചില സപ്പോർട്ടുകളും വരുന്നുണ്ട്. അതായത് നമ്മൾ ഷൂട്ടിംഗ് ഗെയിം കളിക്കുമ്പോൾ എന്തെങ്കിലും വിസിബിലിറ്റിക്ക് ഇഷ്യൂ ഉള്ള തരത്തിലുള്ള മോഡുകളിലേക്ക് എത്തുമ്പോൾ നമുക്ക് നൈറ്റ് വിഷൻ ഓൺ ചെയ്താൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു വിസിബിലിറ്റി കിട്ടുമെന്നുള്ളതും അതിൻ്റെ ഒരു ഗുണമാണ്. സോ അപ്പോൾ അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഗെയിമിങ്ങിന്റെ ഭാഗത്ത് ഇതിനകത്ത് വരുന്നുണ്ട് ഈ Q1 ചിപ്പ് വരുന്നത് കൊണ്ട്. മൊത്തത്തിൽ BGMI എങ്ങനെയുണ്ട് കളിക്കാനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ കളിച്ച് നോക്കുമ്പോൾ വലിയ വിഷയമൊന്നും കാണാനില്ല. ഒരു അൺബോക്സിംഗ് ഇനീഷ്യൽ ഇംപ്രഷൻ ആണ്. ഞാൻ ഓവറായിട്ടൊന്നും പറയുന്നില്ല. ബട്ട് ഇവരുടെ ഫോണുകളാണ് ബെസ്റ്റ് ഗെയിമിങ്ങിന്. അത് നമുക്കറിയാം. ഇവിടെയും എല്ലാതരം ഫീച്ചേഴ്സും വരുന്നുണ്ട്. എല്ലാം ഭംഗിയായിട്ട് വർക്ക് ചെയ്ത് കാണുന്നുണ്ട്.
സോ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു നല്ല ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഈ ഫോണിൽ പ്രതീക്ഷിക്കാം. ഈ പറഞ്ഞ ഫീച്ചേഴ്സ് എല്ലാം കിട്ടുന്നതുകൊണ്ട് നിങ്ങൾക്കും ഒരു ഐഡിയ കിട്ടും ഇത് എത്രത്തോളം നന്നായിട്ടുള്ള കാര്യം. അഭിപ്രായം എന്തായാലും തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ മറക്കണ്ട. ഇനി ഗെയിമിംഗ് എന്ന കാര്യത്തിലേക്ക് വരുമ്പോൾ ഇതിൽ നല്ലൊരു ബാറ്ററി ഉണ്ടായിരിക്കണം. 7000 mAh ബാറ്ററി തന്നെ കൊടുത്തിട്ടുണ്ട്, 120 വാട്ടിന്റെ ചാർജിങ്ങും കൊടുത്തിട്ടുണ്ട്. സോ ബേസിക്കലി ഇതിന്റെ ഗെയിമിന് ബാറ്ററി ലൈഫിനൊന്നും യാതൊരു ഇഷ്യൂവും വരാൻ പോകുന്നില്ല. അത്യാവശ്യം 1% to 50% ഒക്കെ വെറും 19 മിനിറ്റ് കൊണ്ടാവും. 7000 mAh ബാറ്ററിയാണ്, പണ്ടത്തെ കൊണ്ട് 4500 5000 mAh അല്ല, 7000 mAh ബാറ്ററിയാണ്. അതുകൊണ്ട് 1% to 50% നമുക്ക് 19 മിനിറ്റ് കൊണ്ടാവും. അതൊരു നല്ല ഘടകമാണെന്നാണ് പറഞ്ഞു വരുന്നത്. 10 വാട്ടിന്റെ റിവേഴ്സ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നോർമൽ യൂസ് ആണെങ്കിൽ 24 മണിക്കൂറൊക്കെ നിങ്ങൾ ഉപയോഗിച്ചാലും കൂടി പോയാൽ 50-55% ഒക്കെ കുറയാൻ പോകുന്നുള്ളൂ എന്നുള്ളതാണ് കമ്പനി അവകാശപ്പെടുന്നത്. നല്ല ബാറ്ററി ലൈഫ് ഉണ്ടാവണം, 7000 mAh ബാറ്ററിയിൽ ഇരിക്കുന്നത്. ഇനി ഇതിന്റെ ക്യാമറ പോലുള്ള കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ സാമ്പിൾസ് ഇവിടെ കാണാം. മെയിൻ ക്യാമറ സാമ്പിൾ കണ്ടു നോക്കിക്കോളൂ. മെയിൻ ക്യാമറ 50 മെഗാപിക്സൽ സോണി OIS പോർട്രേറ്റ് ക്യാമറയാണ് വരുന്നത്. പോർട്രേറ്റ് മോഡ് 1x 2x ഒക്കെ ഞാൻ ഇവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൽ 32 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. 4K 60 FPS നമുക്ക് ഫ്രണ്ട് ക്യാമറയിൽ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. സാമ്പിൾസ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. സെൽഫി ക്യാമറ ഇമേജുകളും വീഡിയോ സാമ്പിളും എല്ലാം ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. കണ്ടു നോക്കുക എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്യുക. ഇതിൽ സൂപ്പർ നൈറ്റ് മോഡ് പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. സോ ഓവറോൾ മെയിൻ ക്യാമറ ആൻഡ് സെൽഫി ക്യാമറ രണ്ടിൻ്റെ സാമ്പിളുകൾ ഞാൻ കാണിച്ചു. ഇപ്പോൾ എന്താണ് തോന്നിയത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ചൂസ് ചെയ്യാട്ടോ. ഒരു ഓൾറൗണ്ടർ പാക്കേജ് എന്ന രീതിയിലാണ് ഞാൻ ഈ ഫോണിനെ പരിഗണിക്കുന്നത്. കാരണം അത്യാവശ്യം നല്ല ക്യാമറയും ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ അപ്പോൾ അതാണ് നമുക്ക് ഇതിൻ്റെ ക്യാമറ സെറ്റപ്പിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഈ ഒരു കാലഘട്ടത്തിൽ AI ഫീച്ചേഴ്സിനെ കുറിച്ച് പറയാണ്ട് ഒരു ഫോണിൻ്റെയും അൺബോക്സിംഗ് വീഡിയോ ഫിനിഷ് ചെയ്യാൻ പറ്റില്ല, നമുക്കറിയാം. ഇഷ്ടംപോലെ AI ഫീച്ചേഴ്സ് ഉണ്ട്, കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. കട്ടൗട്ട് നിങ്ങൾക്ക് ലൈവ് കട്ടൗട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഗാലറിയിൽ ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്തുകൊണ്ട് ഈസി ആയിട്ട് അതിനെ കോപ്പി ചെയ്ത് വേറെ എവിടെയെങ്കിലും ആ കട്ടൗട്ട് ചെയ്ത് എടുത്തുകൊണ്ട് പോയിട്ട് വേസ്റ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ AI ഇറേസ് അൺവാണ്ടഡ് ഒബ്ജക്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ ഈസി ആയിട്ട് ഇറേസ് ചെയ്ത് കളയുന്ന AI ഇറേസ് വരുന്നുണ്ട്. ലൈവ് ടെക്സ്റ്റ് നമ്മളെടുത്ത ഫോട്ടോയിൽ ഏതെങ്കിലും ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ ഫോട്ടോയിലാണെങ്കിൽ പോലും അത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കേണ്ട ഇതുപോലെ ഈസി ആയിട്ട് ടച്ച് ചെയ്തുകൊണ്ട് സാധിക്കുന്ന സംവിധാനം. പിന്നെ AI കോൾ ട്രാൻസ്ലേഷൻ, ഒരു കോൾ വരുമ്പോൾ നമുക്ക് അതിന് വേണമെങ്കിൽ ഈസി ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈസി ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാം. പിന്നെ സർക്കിൾ ടു സെർച്ച് ചെയ്താൽ ജസ്റ്റ് ഇവിടെ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്താൽ സർക്കിൾ ടു സെർച്ച് എനേബിൾഡ് ആവും. നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ സർക്കിൾ ടു സെർച്ചിലൂടെ സെർച്ച് ചെയ്യാം. പിന്നെ AI ഇമേജ് എക്സ്പാൻഡർ, ഒരു ഇമേജ് നമ്മുടെ ഫോണിലുണ്ട്, അതിനൊന്നും ഇത്തിരി വലുതാക്കണം എന്നുണ്ടെങ്കിൽ ഇമേജിന്റെ സൈഡൊക്കെ ഇത്തിരി കൂട്ടി എക്സ്പാൻഡ് ചെയ്യിപ്പിക്കുന്ന സൗകര്യം ഇതിനകത്തുണ്ട്. യൂസ് ചെയ്യാം, തീർച്ചയായിട്ടും യൂസ്ഫുൾ ആണത് കേട്ടോ. പിന്നെ സൈഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് പിടിച്ചാൽ ഗൂഗിൾ ജെമിനി വരും. ജെമിനിയുടേതായിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും നൈസായിട്ട് ഉപയോഗിക്കാം. പിന്നെ മാജിക് മൂവ് എന്ന് പറയുന്ന ഒരു സംഗതി, അതായത് ഒരു ഇമേജ് അപ്പോൾ ഈ ഒരു ഫ്ലവർ ഒരു കോർണറിലാണ് ഇരിക്കുന്നത്, എനിക്കിത് സെൻറ്റർ ആക്കണം. ഞാൻ ജസ്റ്റ് ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്ത് മാജിക് മൂവിൽ ക്ലിക്ക് ചെയ്തിട്ട് എനിക്ക് ആ പൂവിനെ നടുവിലേക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ജനറേറ്റ് കൊടുത്താൽ ആ പൂ നടുവിലുള്ള രീതിയിലുള്ളൊരു ഫോട്ടോ ആയി മാറി ഈസി ആയിട്ട് ഇങ്ങനെ മാജിക്കലി നിങ്ങൾക്ക് കാര്യങ്ങൾ മൂവ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ആക്കി എടുക്കാം. സോ അപ്പോൾ അങ്ങനെയുള്ള ഒട്ടനവധി AI ഫീച്ചേഴ്സുകൾ ഇതിനകത്തുണ്ട്. പ്രധാനപ്പെട്ടതൊക്കെ ഞാൻ പറഞ്ഞു, ബാക്കിയുള്ളത് വാങ്ങിക്കുമ്പോൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക. പിന്നെ ഈ ഫോണിൻ്റെ മറ്റ് ഘടകങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇനി പറയാനിപ്പോൾ എന്താ ബാക്കിയുള്ളത്? 24 ആൻറ്റിനാസ് ഇതിൻ്റെ അറൗണ്ട് വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് നല്ലൊരു നെറ്റ്വർക്ക് റിസപ്ഷൻ കിട്ടും. 16 5G ബാൻഡും കൊടുത്തിട്ടുണ്ട്, Wi-Fi 7 തന്നെ കൊടുത്തിട്ടുണ്ട്, ബ്ലൂടൂത്ത് 5.4 കൊടുത്തിട്ടുണ്ട്. സോ എല്ലാ നെറ്റ്വർക്ക് സംഭവങ്ങളും ടോപ്പായിട്ട് ഈ ഒരു ഫോണിൽ കൊടുത്ത് വെച്ചിട്ടുണ്ട്. FunTouchOS 15 ആൻഡ്രോയിഡ് 15 ബേസ്ഡ് ആണ്. 3 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 4 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ് ഓഫർ ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു 60 മാസത്തെ സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് കമ്പനി ഇതിൻ്റെ ഒപ്പം വാഗ്ദാനം ചെയ്യുന്നത്. അത്രയും നല്ല എക്സ്പീരിയൻസ് കിട്ടുമെന്നാണ് പറയുന്നത് ഈ ഓവറോൾ സെറ്റപ്പ് ചെയ്യുന്നത്. സോ അപ്പോൾ എങ്ങനെയുണ്ട് ഈ സംഭവം എന്നുള്ളത് നിങ്ങൾ ഇനി പറയാം. കാരണം ഇതിൻ്റെ പ്രധാനപ്പെട്ട ഡിസൈൻ, ഡിസ്പ്ലേ, പെർഫോമൻസ്, ക്യാമറ, ബാറ്ററി എല്ലാ ഘടകങ്ങളും ഞാൻ പറഞ്ഞു. ഒരുപാടൊന്നും പറഞ്ഞ് പരത്തുന്നില്ല. ഇത് ഓൾറെഡി ബെസ്റ്റ് ഫോണായിരിക്കും, നമുക്ക് അറിയാവുന്നതാണ്. ഇപ്പോഴും ഈ സ്പെക്കും കാര്യങ്ങളെല്ലാം അൺബോക്സ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുമ്പോൾ ടോപ്പ് ലെവലിൽ കൊടുത്തിട്ടുണ്ട്. പ്രൈസ് ആൻഡ് ഓഫേഴ്സ് ഞാൻ അവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെയാണ്. ഞാൻ 30-35 ഇടയ്ക്ക് വരുമെന്ന് തന്നെയാണ് അപ്കമിങ്ങിൻ്റെ വീഡിയോസിൽ അടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓഫറിൽ നിങ്ങൾക്ക് 29,999 വാങ്ങിക്കാൻ സാധിക്കും. ബേസ് വേരിയന്റ് 8GB റാമിൻ്റെ. കൂടിയ മോഡലുകളുണ്ട്, 2-3 ഉണ്ട്. 31,999 അടുത്ത മോഡൽ വാങ്ങിക്കാം. 33,999, 38,999, അങ്ങനെ ലാസ്റ്റ് 38,999 നിങ്ങൾക്ക് 16GB റാമിൻ്റെ മോഡൽ തന്നെ വാങ്ങിക്കാൻ സാധിക്കും. സോ അപ്പോൾ നിങ്ങളുടെ ഗെയിമിങ്ങിൻ്റെ ഒരു ലെവലും നിങ്ങളുടെ ആവശ്യമൊക്കെ നോക്കിക്കൊണ്ട് മിനിമം യൂസ് ആണെങ്കിൽ കുറഞ്ഞ റാം എടുത്താലും മതി. എന്നാൽ ഗെയിമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ 16GB തന്നെ എടുത്തോളൂ. ഒരു ഒട്ടും കുറവ് വരുന്നുണ്ട്, അടിപൊളിയായിക്കോട്ടെ. സോ അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഓവറോൾ സെറ്റപ്പ്. പ്രൈസും ഇതിൻ്റെ സ്പെക്കും ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും പരിഗണിക്കുമ്പോൾ നല്ലൊരു ഡീസൻറ്റ് വാല്യൂ ഫോർ മണി ഫോണായിട്ടാണ് എനിക്ക് തോന്നിയത്. നിയോ സീരീസ് ഓൾറെഡി അങ്ങനെ തന്നെയാണ് വരാറ്, ഇത് നന്നായിട്ട് വന്നിരിക്കുന്നു. സോ അപ്പോൾ അത്രയുമാണ് iQ Neo 10 എന്ന ഫോണിനെ കുറിച്ചുള്ള എൻ്റെ ഓവറോൾ അഭിപ്രായം. ടോട്ടലി ബെസ്റ്റ് ആയിരിക്കുന്നു. പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും കമൻറ്റായിട്ട് ഷെയർ ചെയ്യുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം.